ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ജെ തോംസൻ്റെ അറ്റോമിക് മോഡലിൻ്റെ ഡീമെറിറ്റ്സ് കാണിച്ചുകൊണ്ടുള്ള ഒരു എക്സ്പെരിമെൻ്റാണ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ് അഥവാ ആൽഫ പാർട്ടിക്കിൾ എക്സ്പെരിമെൻറ്റ്. ഇതിൻ്റെ റൂദർഫോർഡിൻ്റെ എക്സ്പെരിമെൻ്റാണിത്. ഗെയ്ഗർ ആൻഡ് മാസ്ഡൺ ഇതിലുണ്ടായിരുന്നു. അവരുടെ ഒബ്സർവേഷൻസ് ഒക്കെയാണ് ഇനി പറയാൻ പോകുന്നത്. ഈ എക്സ്പെരിമെൻറ്റിനായിട്ട് അവർ സെലക്ട് ചെയ്തത് ഗോൾഡ് ഫോയിലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡിനാണ് ഏറ്റവും ഹയസ്റ്റ് മാലിയബിലിറ്റി ഉള്ളത്. അതിനെ അടിച്ച് പരത്തി തകിടുകളാക്കി മാറ്റാൻ പറ്റും. ഏറ്റവും തിന്നസ്റ്റ് ആയിട്ടുള്ള അതിൻ്റെ ഒരു ഫോയിൽ വെച്ചിട്ടാണ് ഈ എക്സ്പെരിമെൻ്റ് അവർ ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്ന് ഒരു ലൈറ്റ്, ഒരു ബീം ഈ ഗോൾഡ് ഫോയിലിലേക്ക് തട്ടിക്കുകയും അതിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന റേസ് വെച്ചിട്ടാണ് ഈ എക്സ്പെരിമെൻ്റ് അവർ പറയുന്നത്. സോ ഈ ബീമായിട്ട് അല്ലെങ്കിൽ ഈ ലൈറ്റായിട്ട് ആൽഫ പാർട്ടിക്കിൾസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഹീലിയത്തിൽ നിന്ന് 2 ഇലക്ട്രോൺസ് റിമൂവ് ചെയ്തുകൊണ്ട് ഹീലിയം 2 പോസിറ്റീവിനെയാണ് നമ്മൾ ഈ ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. സോ ഈ എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പോൾ 3 മെയിൻ പോയിൻറ്റ്സ് ആണ് കിട്ടിയത്, അല്ലെങ്കിൽ 3 മെയിൻ കാര്യങ്ങളാണ് അതിൽ നിന്നും മനസ്സിലാക്കിയത്. സോ ആ ഒബ്സർവേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. A few positively charged alpha particles were deflected from their path, indicating that positive charge of the atom occupies very little space. സോ ജെ തോംസൻ്റെ പ്ലം പുഡിംഗ് മോഡലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആറ്റത്തിൻ്റെ മാസ് എന്ന് പറയുന്നത് ഈക്വലി അതിൻ്റെ എല്ലാ ഭാഗത്തും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ് ആറ്റം. പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു യൂണിഫോം സ്ഫിയർ ഷേപ്പാണ്. അതിൽ നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഇങ്ങനെ പുഡിങ്ങിൽ പ്ലംസ് കിടക്കുന്നത് പോലെ കിടക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റിൽ ഈ ആൽഫ പാർട്ടിക്കിൾസ് കടത്തിവിടുന്ന സമയത്ത്, ഗോൾഡ് ഫോയിലേക്ക് കടത്തിവിടുന്ന സമയത്ത് കുറച്ച് ആൽഫ പാർട്ടിക്കിൾസ് ആ പാത്ത് ഡിഫ്ലക്റ്റ് ചെയ്തിട്ട് പോകുന്നുണ്ട്. സോ പോസിറ്റീവായിട്ടുള്ള ആൽഫ പാർട്ടിക്കിൾസ് ഇങ്ങനെ കുറേ എണ്ണം ഡിഫ്ലക്റ്റ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം കുറച്ച് ഏരിയയിൽ ആ പോസിറ്റീവ് ചാർജ് ഉള്ളൂ. കാരണം ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചാർജസ് അട്രാക്റ്റ് ചെയ്യും, സെയിം ചാർജസ് ഡിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് പഠിച്ചിട്ടുള്ളത്. സോ അങ്ങനെ ആവുമ്പം ഈ പോസിറ്റീവ് ചാർജായിട്ടുള്ള ആൽഫ പാർട്ടിക്കിൾസ് കുറച്ചേ ഡിഫ്ലക്റ്റ് ചെയ്തുള്ളൂ, ബാക്കിയെല്ലാം സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ പോയി. അങ്ങനെ ആകുമ്പോൾ കുറച്ച് ആ ആറ്റത്തിലുള്ള കുറച്ച് പോർഷനിൽ മാത്രമേ പോസിറ്റീവ് ചാർജ് ഉള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഇനി അടുത്തത്, very small fraction of alpha particle were rebound, indicating that the volume occupied by the nucleus is negligibly small as compared to the total volume of the atom. So കുറച്ച് ആൽഫ പാർട്ടിക്കിൾസ് മാത്രം റീബോണ്ട് ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസും ആറ്റത്തിൻ്റെ സൈസും നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ന്യൂക്ലിയസ് വളരെ ചെറുതാണ് എന്നാണ്. നെക്സ്റ്റ് പോയിന്റ്, മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻ ദ ആറ്റം ഇസ് എംപ്റ്റി ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് പാസസ് ത്രൂ ദ ഫോയിൽ അൺഡിഫ്ലക്റ്റഡ്. അപ്പം അതിൽ ഡീവിയേഷൻ ഇല്ലാതെ നമ്മൾ അയച്ച അല്ലെങ്കിൽ നമ്മൾ മാക്സിമം റേസും സ്ട്രെയിറ്റ് ആയിട്ട് പോയി. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അവിടെ നെഗറ്റീവ് ചാർജോ പോസിറ്റീവ് ചാർജോ ഒന്നും ഇല്ല, അതുകൊണ്ടാണ് അത് സ്ട്രെയിറ്റ് ആയി പോയത്. അപ്പോൾ ആറ്റത്തിൻ്റെ മോസ്റ്റ് പാർട്സും അല്ലെങ്കിൽ മാക്സിമം ഏരിയാസും ഫ്രീ സ്പേസ് ആണ്, എംപ്റ്റി സ്പേസ് ആണ്. അതിൽ പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്നത് വളരെ കുറച്ചാണ്, അത് ന്യൂക്ലിയസ് ആണ് എന്നാണ് പറയുന്നത്.